ഇന്ന് ഓർക്കിഡുകൾക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പോട്ടി മിക്സ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അതുപോലെ നമ്മൾ ഇൻഡോർ ഗാർഡനിങ്ങിനും ഹോം ഗാർഡനിങ്ങിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഓർക്കിഡുകൾ നമ്മൾ ഈ കരി ഓട് വിട്ടിട്ടാണ് സാധാരണ പോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഭയങ്കര വെയിറ്റാണ് പോട്ടുകൾക്ക്. അപ്പോൾ ആ പോട്ടുകളുടെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ ഇൻഡോറിൽ നമ്മൾ സാധാരണ ഈ ഗാർഡനുകളിൽ നിന്നൊക്കെ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പെബിൾസ് ഇട്ടിട്ടായിരിക്കും വെക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഈ മണ്ണ് കാണാതിരിക്കാനായിട്ട് പെബിൾസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര പ്രോബ്ലമാണ്. ഇൻഡോർ പ്ലാന്റ് ഫുള്ള് കേടായിപ്പോവും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്ലാന്റ് നശിച്ചു പോകുന്നത്. അന്നേരത്തെ ആ ഒരു ഭംഗി മാത്രമേ ഉണ്ടാകത്തുള്ളൂ, 2-3 മാസം മാക്സിമം. അതിനുള്ളിൽ ആ പ്ലാന്റ് ഡെഡായിപ്പോവും. കാരണം അതിനകത്തോട്ട് വായു സഞ്ചാരം ഉണ്ടാകത്തില്ല, ബ്ലോക്ക് ചെയ്തായിരിക്കും ഇരിക്കും. നമ്മൾ കൊടുക്കുന്ന വെള്ളം അല്ലാതെ കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പ്ലാന്റ് ചീത്തയായിപ്പോവും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്ലേ ബോൾ. ക്ലേ ബോൾ അത്യാവശ്യം ചില ഗാർഡൻ ഷോപ്പുകളിലൊക്കെ കിട്ടും. എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കത്തില്ല, എങ്കിലും ഇപ്പോൾ ഒരുപാട് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് ഈ ഒരു ക്ലേ ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്ലേ ബോൾസ് അവൈലബിൾ ആണ്. ക്ലേ ബോൾ അതുപോലെ ഫെർട്ടിലൈസർ, പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്, ഓർക്കിഡ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഹോം ഡെലിവറി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലേ ബോളിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ. ക്ലേ ബോൾ എന്താണെന്നും അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് ഈ ക്ലേ ബോൾ ഓർക്കിഡിന് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിന്ന് ഒരു ഫെനലോപ്സിസ് ഓർക്കിഡ് പോട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണത് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഈ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ഈ ക്ലേ ബോൾസ് യൂസ് ചെയ്തിട്ട് ഒരു സെമി ഹൈഡ്രോപോണിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ വീട്ടിൽ ടേബിളിലൊക്കെ മണി പ്ലാന്റ് അതുപോലെ ചില ഇൻഡോർ പ്ലാന്റുകൾ വെള്ളത്തിലിട്ട് വെച്ച് വളർത്തും. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് വളർത്തുമ്പോൾ ഈ ക്ലേ ബോൾസ് കൂടി ഇട്ടിട്ട് അറേഞ്ച് ചെയ്യാമെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. ആ ടേബിളിലൊക്കെ ആ ക്ലേ ബോളിൽ വെള്ളം കിടന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണത് ഇരിക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്ലേ ബോളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോഴായിരിക്കും അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. ഈ ക്ലേ ബോൾ എന്ന് പറയുന്നത് അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ലീക്ക എന്നൊരു പേരും കൂടി ഉണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലൈറ്റ് എക്സ്പാൻഡഡ് ക്ലേ അഗ്രിഗേറ്റ് എന്നാണ്. ഇത് ഏകദേശം ഒരു 2000 ഫാരൻഹീറ്റിൽ ചൂടാക്കിയിട്ട് ഈ ക്ലേ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു ഉന്നത മർദ്ദത്തിൽ വായു കടത്തിയിട്ടുണ്ടാക്കുന്ന പെബിൾസ് പോലുള്ളൊരു ഐറ്റമാണ് ക്ലേ ബോൾ എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സുഷിരങ്ങളുണ്ട്. അപ്പോൾ പ്ലാന്റുകളിൽ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ സുഷിരങ്ങളുള്ളത് കൊണ്ട് തന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ ഫെർട്ടിലൈസർ കൊടുക്കുന്നതും വായുവൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു ഐറ്റമാണ് ഈ ക്ലേ ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റിൽ ഉപയോഗിക്കുമ്പം ഇതിന് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ സാധാരണ മണ്ണ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, വിരകളുടെ ശല്യം, ഇതൊന്നും ക്ലേ ബോൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സിൽ വളരെ യൂസ്ഫുള്ളാണ്. അപ്പം നമുക്ക് ഫ്ലാറ്റ് അതുപോലെ ഇൻഡോറിൽ ഏറ്റവും കൂടുതൽ ഇത് യൂസായിട്ട് വരുന്നത്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ ഇപ്പോൾ മണ്ണൊക്കെ ഇടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പോട്ടി മിക്സ് അല്ലാതെ നമ്മൾ വാങ്ങിച്ചുപയോഗിക്കും, അങ്ങനെയാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്ലേ ബോൾ. ഇത് പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം, നമുക്കിത് ജസ്റ്റ് കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ ഇത് പൊട്ടുന്ന ഒരു ഐറ്റമാണ്. അത് അത്ര വലിയ കട്ടിയൊന്നും ഉള്ളതല്ല, ഉണ്ടോ? ഇങ്ങനെ ബ്ലാക്ക് കളറിൽ മുഴുവൻ ഇങ്ങനെ സുഷിരങ്ങൾ പോലെ ഇരിക്കുന്നത്. നമ്മുടെ ഓടിൻ്റെ തന്നെ ഒരു ഐറ്റമാണ്, പക്ഷേ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇത്, കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഒരു ഓർക്കിഡ് പോട്ട് ചെയ്യാം. അപ്പോൾ ഓർക്കിഡിൽ എല്ലാ വെറൈറ്റി ഓർക്കിഡുകൾക്കും നമ്മൾ ക്ലേ ബോൾസ് മാത്രം ഇട്ടിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ കുറച്ച് കരിയും കൂടെ ഉപയോഗിക്കും. കരിയും ലൈറ്റ് വെയിറ്റ് ആണല്ലോ. അപ്പോൾ കരിയും ക്ലേ ബോളും മാത്രം ഇട്ട് നമുക്ക് ഓർക്കിഡിൻ്റെ പോട്ടി മിക്സ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഈ ഗ്ലാസ് ബൗളുണ്ടല്ലോ, ഇതൊരു വെർട്ടിക്കൽ പോട്ടാണ്. നമുക്ക് ഈ വെള്ളമൊക്കെ ഇട്ടിട്ട് ഫിഷൊക്കെ ഇടുന്നതാണ്. ഇതിനകത്ത് ഞാനൊരു ഫെനലോപ്സിസ് ക്ലേ ബോൾസ് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ വാട്ടറിൽ വളരുന്നത്, അതായത് വാട്ടർ പ്ലാന്റും നമുക്ക് ഈ ഒരു ചെറിയ പോട്ടിൽ ഒരു വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യാം. ഈ പെബിൾസിന് പകരമായിട്ട് നമുക്ക് ഈ ക്ലേ ബോൾ ഉപയോഗിക്കാം. അപ്പോൾ ക്ലേ ബോളിൽ നിറയെ സുഷിരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പെബിൾസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്ക് ഉണ്ട്, ലെയർ പാസ് ചെയ്യാനുണ്ടാകുന്ന ബ്ലോക്ക് തടയാനായിട്ട് ക്ലേ ബോൾ യൂസ്ഫുള്ളാണ്.
അപ്പോൾ ഇതിന് ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിനകത്ത് പെബിൾസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് മാറ്റിയിട്ട് ക്ലേ ബോൾ വാങ്ങിച്ചാൽ മതി. ക്ലേ ബോൾ കുറച്ച് വാങ്ങിച്ച് വെച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിനകത്ത് നിറച്ചിട്ടിട്ട് ഇത് കണ്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ടേബിൾ ടോപ്പിലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ആ മണ്ണൊക്കെ കാണുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ക്ലേ ബോൾ ഏകദേശം ഒരു 3 ലിറ്റർ വരുമ്പോൾ ഒരു 150 രൂപയ്ക്കകത്ത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഒരു ലിറ്റർ കണക്കിനാണ് വരുന്നത്. അപ്പം 1 കിലോയ്ക്ക് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഇത് മണ്ണിന് പകരം ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നശിച്ചു പോകുന്ന ഒരു ഐറ്റം അല്ല. ഇതിന് ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇപ്പോൾ വൺസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാന്റിൽ നിന്ന് മാറ്റി വേറൊരു പ്ലാന്റ് വെക്കണമെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് സുഖമായിട്ട് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് നശിച്ചു പോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. എത്ര കാലം കഴിഞ്ഞാലും നമുക്കിത് പ്ലാന്റുകളിൽ ഉപയോഗിക്കാം. നമ്മൾ കല്ലൊക്കെ കിടക്കുന്ന പോലെ അങ്ങനെ തന്നെ കിടന്നോളും. അപ്പം ലൈറ്റ് വെയിറ്റ് ആണ്. കല്ലൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിറ്റാണ്. നമ്മൾ പോട്ടി മിക്സിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ ഓർക്കിഡ് സെറ്റ് ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, നമ്മൾ ഈ സിറ്റ് ഔട്ടിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്തായിരിക്കും ഓർക്കിഡ്സ് ഹാങ് ചെയ്യുന്നത്. അപ്പം അതിന് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഹാങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ മണ്ണ് ഒട്ടും തന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള വെയിറ്റ് ഇങ്ങനെ താഴോട്ട് പോകുന്ന പോർഷനിൽ. അപ്പം ഈ ഓടിന് പകരമായിട്ട് ക്ലേ ബോൾ ഉപയോഗിച്ചിട്ട് ഓർക്കിഡ്സ് ഹാങ് ചെയ്യാന്നുണ്ടെങ്കിൽ വെയിറ്റിൻ്റെ പ്രശ്നം അവിടെ മാറും. അപ്പോൾ വെയിറ്റ് കയറാതെ തന്നെ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനും ഈ ക്ലേ ബോൾസ് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ എയർ പ്ലാന്റ്സ്, ഈ ഒരു എയർ പ്ലാന്റ് വെച്ചേക്കുന്നുണ്ട് ക്ലേ ബോൾസ് ഇട്ടിട്ട്. അപ്പം നമ്മൾ ഈ പോട്ടി മിക്സിൽ ഇത് വെക്കുന്നതിൽ നല്ലത് ക്ലേ ബോൾ കുറച്ച് അല്ലെങ്കിൽ ഒരു ചാർക്കോളൊക്കെ വെച്ചിട്ട് എയർ പ്ലാന്റ് വെക്കാമെങ്കിൽ വളരെ മനോഹരമായി. അതുപോലെ തന്നെ ക്ലേ ബോൾസിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞത് ഈ സെക്യുലൻസ് കാക്ടസ് വെറൈറ്റികൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിച്ചിട്ട് അതിനകത്ത് ചേർക്കാം. അപ്പോൾ ഈ സെക്യുലൻറ്റും കാക്ടസും ഒക്കെ സാധാരണ പോട്ടി മിക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഡാമേജ് ആയി പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ക്ലേ ബോൾസ് ഉപയോഗിക്കാം. അപ്പോൾ ക്ലേ ബോളായിട്ട് തന്നെ ഇടണ്ട, നമ്മൾ ക്ലേ ബോൾസ് പൊടിച്ചിട്ടാണ് അതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഈ കാക്ടസിൻ്റെ പോട്ടി മിക്സിനകത്ത് നമുക്ക് പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലേ ബോൾ കരിപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാൽ ആ പ്ലാന്റ് ഒരിക്കലും കേടാവത്തില്ല, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ പോട്ടി മിക്സ് സാധാരണ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ ഈ പെർലൈറ്റ് ചേർക്കുന്ന പോലെ തന്നെ ക്ലേ ബോൾ ചുമ്മാ കുറച്ചിട്ട് കൊടുത്താൽ നല്ലൊരു എയർ പാസേജ് ഉണ്ടാവാനും നന്നായിട്ട് ഡ്രെയിനായി പോകാനും നല്ലതാണ്. അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ഈ ചട്ടിയുടെ ഏറ്റവും അടിയിൽ നമ്മൾ കുറച്ച് ഈ കല്ലിട്ടിട്ടാണല്ലോ പോട്ട് ചെയ്യുന്നത്. ഈ ഓടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പീസ്, ടൈൽസിൻ്റെ പീസ് വയ്ക്കും. അപ്പോൾ പ്ലാന്റ് ഭയങ്കര വെയിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുമ്പോൾ, പോട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ക്ലേ ബോൾ ഒരു ലെയർ ഇട്ടിട്ട് വെച്ചാൽ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും. എന്ന് വെച്ചാൽ അടിയിൽ നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ച് നിർത്തുകയും ചെയ്യും, എന്നാൽ ഈ പോട്ടിനൊട്ടും വെയിറ്റ് കിട്ടത്തില്ല. പിന്നെ ഏറ്റവും മുകളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഷോ കിട്ടും. അടിയിലാകുമ്പോൾ ഷോ ഇല്ലെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും പ്ലാന്റിന്. പല യൂസാണ് നമ്മുടെ ക്ലേ ബോളിന് വരുന്നത്. അപ്പം നമുക്കിന്ന് ഫസ്റ്റ് ഒരു സൺലോപ്സിസിൻ്റെ ഒരു സ്പീഷ്യസ് വെറൈറ്റി ആണ്. നല്ല റൂട്ടായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇത് ഗ്ലാസ് ബോളിൽ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നമുക്കിത് ഒന്ന് പോട്ട് ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ ഈ ഒരു പോട്ട് അങ്ങ് ഊരിയെടുക്കാവേ. ഇതിപ്പം ആകെ ജാമായിരിക്കുവാണ്, ഈ റൂട്ടെല്ലാം കൂടി ഇരുന്ന് തിങ്ങിയിട്ട്. ഇനി നമുക്ക് ഈ മോസ് ഒന്ന് മാറ്റിയിട്ട് പോട്ട് ചെയ്യാം. മോസ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് മാറ്റാം. ആ റൂട്ടിൻ്റെയൊക്കെ ഭംഗി അറിയണമെങ്കിൽ മോസും കൂടി ഇരുന്നാൽ ചിലപ്പോൾ അങ്ങനെ ജാമായിട്ടിരിക്കത്തേ ഉള്ളൂ. റൂട്ടുകൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലാന്റിനെ ഒന്ന് പോട്ട് ചെയ്യാം. ഫിഷൊക്കെ ഇടുന്ന ബൗളാണ് കേട്ടോ. ഇതിനകത്ത് നമുക്കിന്ന് ഓർക്കിഡ് വളർത്താം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് ഈ റൂട്ടെല്ലാം ഇതിനകത്ത് ഫില്ലാക്കിയിട്ട് നമുക്ക് ക്ലേ ബോൾ ഇട്ട് കൊടുക്കാം. ആൻഡ് ഇതിനകത്താക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ബോൾ ഇട്ടപ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് ക്ലേ ബോളും കൂടെ ആഡ് ചെയ്യാം. സമയത്തെ ഈ പ്ലാന്റിനെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ ക്ലേ ബോൾ ഇതിലേക്കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബൗൾ ഇത് ഹോളുണ്ടല്ലോ, ഈ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുമ്പം ഈ റൂട്ടൊക്കെ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബാക്ക് സൈഡിൽ ക്ലേ ബോൾ ഫില്ല് ചെയ്യാം.
ഇതിപ്പോൾ പ്ലാന്റ് ഉണ്ടോ, നല്ല രസമല്ലേ, നല്ല ഫുൾ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം റൂട്ടുകളെല്ലാം നമുക്ക് ഫ്രണ്ടിൽ കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് എവിടെയെങ്കിലും മുകളിൽ ഇത് ഹാങ് ചെയ്തിടാം. അപ്പോൾ വെള്ളമൊന്നും ഫില്ല് ചെയ്ത് നിർത്തേണ്ട. നമുക്ക് ഇവിടെ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഈ റൂട്ടിങ്ങനെ മുങ്ങി വയ്ക്കുന്ന ഇത്രയും ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്രയും വെള്ളം കിടന്നൊന്നും ഫെൻലോപ്സിന് കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ഹ്യൂമിഡിറ്റി അതിന് കിട്ടുകയും ചെയ്യും. എന്നാൽ ആ വേര് മുങ്ങി കിടക്കത്തുമില്ല. ബോൾസ് നന്നായിട്ട് വെള്ളം പിടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം നിന്നോട്ടെ ഇതിനകത്ത്. ഇത്രയും വെള്ളം നിന്നുകൊണ്ട് കുഴപ്പമൊന്നും. നമുക്ക് നല്ല സേഫായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹാങ് ചെയ്തിടാം. അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്തിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂട്ടുകൾ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് പ്ലാന്റിന് വളരെ നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നും വരുത്തിയൊന്നുമില്ല, കാരണം തൊണ്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം ഇനി ആ ഈർപ്പമൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ രസമാണ്. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുവേ. ഇത് നമ്മുടെ സിൽവർ സാറ്റിൻ പോത്തോസ്. അത് നമ്മൾ നേരത്തെ ഒരു എണ്ണം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ റൂട്ടൊക്കെ ക്ലേ ബോളിൽ പിടിച്ചിരിക്കുന്നതാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ ചെയ്തിടുന്നത്. അപ്പം ഇത് നമ്മളെ വീടിൻ്റെ വാളിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇൻഡോർ. പ്രത്യേകിച്ച് അഴുക്കും ഉണ്ടാകത്തില്ല. എന്തെങ്കിലും അഴുക്കതിനകത്തുണ്ടെങ്കിൽ തന്നെ ഈ ക്ലേ ബോൾ പിടിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.